ശ്രീരാമായ നമോ നമ. സർഗം 49. രാമനിർവേദം. രാമൻ വളരെ വ്യസനിക്കുന്ന ഒരു രംഗമാണ് ഇതിലുള്ളത്. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനവും അവീശ്വര കപീശ്വരവും. അങ്ങനെ പാശബദ്ധരായി നാഗങ്ങൾ അണയ്ക്കുന്നത് പോലെ അണച്ചുകൊണ്ട് ഭൂമിയിൽ കിടക്കുന്ന സഹോദരന്മാരെ ചുറ്റി സുഗ്രീവാദികളായ വാനരശ്രേഷ്ഠന്മാർ ചുറ്റും നിന്ന് ശോകമാണ്ടു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രീരാമന് പ്രജ്ഞ ഉണർന്നു. അവനവന്റെ സ്ഥൈര്യം, മനോബലം എന്നിവയാൽ ശ്രീരാമൻ ശരങ്ങളാൽ ബദ്ധനാണെങ്കിൽ കൂടി നാഗപാശം കൊണ്ട് മുറുകിച്ചാലും ഉണരാൻ പറ്റി അദ്ദേഹത്തിന്. പക്ഷെ അധികം എണീറ്റ് നിൽക്കാനോ ഒന്നും അങ്ങനെ പറ്റില്ല. എന്നിട്ട് അടുത്ത് കിടക്കുന്ന അനുജനെ കണ്ട് വളരെ വ്യസനിക്കുകയാണ് അദ്ദേഹം. എൻ്റെ സോദരൻ പോയാൽ പിന്നെ എനിക്ക് എന്ത് കാര്യം? ഞാൻ ഈ സീതയെ നേടിയിട്ട് പിന്നെന്ത് കാര്യം? ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? ശക്യ സീതാസമാനാരി മർത്യരോഗേ വിചിന്വത. ഇനിയും സീതയെ പോലൊരു ഭാര്യ വേണമെങ്കിൽ ഇനിയും കിട്ടിയെന്ന് വരും ഭൂമിയിൽ. പക്ഷെ എന്നാ ലക്ഷ്മണ സമോഭ്രാത, ലക്ഷ്മണനെ പോലൊരു സഹോദരനെ കിട്ടുകയില്ല. സജീവ സാമ്പനായിക. കാര്യങ്ങളെല്ലാം എല്ലപ്പോഴും ആലോചിക്കാനും നമുക്ക് എല്ലാവിധത്തിലുള്ള അനുകൂലമായി നിൽക്കാനും താങ്ങായിട്ട് നിൽക്കാനും സാമ്പനായിക യുദ്ധകുശലനുമായ ഒരാളെ കിട്ടുകയില്ല. ഈ സുമിത്രാനന്ദവർദ്ധനൻ പോയാൽ ഈ കപികുലങ്ങൾക്ക് നടുക്ക് വെച്ച് തന്നെ ഞാൻ പ്രാണൻ വെടിയും. ശ്രീരാമൻ പറയണം. ഇനി ഞാൻ അമ്മമാരോട് എന്ത് പറയും? പ്രത്യേകിച്ച് സുമിത്ര ചെറിയമ്മയോട്. കുരരപക്ഷി കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ വാവിട്ട് കരയുന്ന പോലെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ചെറിയമ്മയുടെ അടുത്ത് ഞാൻ എന്ത് മറുപടി പറയും? ശത്രുഘ്നോട് ഞാൻ എന്ത് പറയും? യശസ്സാർജിച്ച ഭരതനോട് ഞാൻ എന്ത് പറയും? സുമിത്ര ചെറിയമ്മയുടെ ആ നിന്ദ ഉണ്ടല്ലോ, ഇത് കേട്ട് എന്നെ നിന്ദിക്കില്ലേ? അത് സഹിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ജീവൻ വെടിയാൻ പോവുകയാണ്. ആർക്ക് വേണ്ടിയാണോ ഈ ലക്ഷ്മണന് ഇങ്ങനെ സംഭവിച്ചത്? എനിക്ക് വേണ്ടി ശരതൽപ്പത്തിൽ പ്രാണൻ വെടിഞ്ഞ പോലെ കിടക്കുന്ന ലക്ഷ്മണന്റെ ഈ അവസ്ഥ കണ്ട് എനിക്ക് വേണ്ടിയല്ലേ ചെയ്ത്? എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ള മട്ടില് ഞാൻ എപ്പോൾ വിഷണ്ണനാകുന്നുവോ അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്നവനാണ് ഇവൻ. എണ്ണമറ്റ ശത്രുക്കളെ ഒടുക്കിയ ഇതേ ഭൂമിയിൽ എത്രയോ ശത്രുക്കളെ ശരം കൊണ്ട് കൊന്നു കഴിഞ്ഞു ലക്ഷ്മണനോട്. ആ ഭൂമിയിൽ തന്നെ ശത്രുക്കളുടെ അസ്ത്രം കൊണ്ട് മരിച്ചവനെ പോലെ ഇവൻ കിടക്കുന്നല്ലോ. അസ്തമന സമയത്ത് സൂര്യനെ പോലെ. മർമ്മങ്ങളിൽ നാഗബാണങ്ങൾ ഏറ്റതുകൊണ്ട് ഇവൻ ഒന്നും സംസാരിക്കാൻ വയ്യ. പക്ഷെ കൊടിയ വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് കാണാം. ആ കണ്ണുകൾ ചുവന്ന് കണ്ടില്ലേ? ഞാൻ വനത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ അനുഗമിച്ചവനല്ലേ ഇവൻ. അപ്പൊ ഇവൻ യമപുരയ്ക്ക് പുറപ്പെടുമ്പോൾ ഞാനും ഇവനെ അനുഗമിക്കുക തന്നെ വേണം. എൻ്റെ തെറ്റായ നയങ്ങൾ മൂലമല്ലേ ലക്ഷ്മണന് ജീവൻ വെടിയേണ്ടി വന്നത്. ഇവൻ കൊടിയ കോപശീലനെങ്കിലും എന്നോട് ഇതുവരെ ഒരു കടുത്ത വാക്കോ അപ്രിയമോ പറഞ്ഞിട്ടേയില്ല. ഒറ്റയടിക്ക് 500 ബാണങ്ങൾ വരെ അയക്കാൻ കഴിവുള്ളവൻ കാർത്തവീര്യാർജുനനെ പോലും വെല്ലും. കാർത്തവീര്യാർജുനന് അത്രയും കൈകളും അത്രയും അമ്പുകളും, ഇടത്ത് കൈയിലുള്ള അമ്പുകളും, വലത്ത് കൈയിൽ അമ്പുകളും ഇടത്തെ കൈയിൽ വില്ലുകളും പിടിച്ച പരശുരാമനോട് യുദ്ധം ചെയ്തൊക്കെ നമുക്ക് അറിയാലോ. അതൊക്കെ ഇത്രയും ബാണങ്ങൾ ഒറ്റയടിക്ക് അയക്കാനുള്ള കഴിവുണ്ട് ലക്ഷ്മണന്. ദേവേന്ദ്രന്റെ പോലും അസ്ത്രത്തെ തടുക്കാൻ കഴിവുള്ള ഇവനിതാ നിലംപൊത്തിയിരിക്കുന്നു. വിഭീഷണനോട് ഞാൻ കൊടുത്ത വാക്ക് എന്നെ തന്നെ ആഞ്ഞു കൊത്തുന്നു. വിഭീഷണനോട് പറഞ്ഞില്ലേ നിന്നെ രാജാവാക്കാം എന്നൊക്കെ പറഞ്ഞ എൻ്റെ പ്രതിജ്ഞയാണെന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ എങ്ങനെയാണ് നടക്കുക? ആ വാക്ക് എന്നെ തന്നെ മഥിക്കുകയാണ്, എന്നെ തന്നെ ആഞ്ഞു കൊത്തുന്നു.
ഹേ സുഗ്രീവ, അങ്ങേക്ക് മടങ്ങാം. എൻ്റെ കുറവ് അറിഞ്ഞാൽ ഞാൻ പോയി എന്നോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിശ്ചേഷ്ടനായി എന്ന് പറഞ്ഞാൽ രാവണൻ നിങ്ങളെല്ലാം ആഞ്ഞടിക്കും. അത് കാരണം അംഗദനെ മുൻനിർത്തി നീലനും നളനുമൊക്കെയായി കടൽ കടന്നോളൂ. ഇതുവരെയുള്ള യുദ്ധത്തിൽ എന്നെ സഹായിച്ച ഓരോരുത്തരും, പ്രത്യേകിച്ച് ആർക്കും പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത ഹനുമാൻ, പിന്നെ ജാമ്പവാൻ, അംഗദൻ, മൈന്ദവിദന്മാർ, കേസരി, സമ്പാദി, ഗവേൻ, ഗവാക്ഷൻ, ശരഭൻ, ഗജൻ, ഇവരോടൊക്കെ എന്ത് പ്രത്യുപകാരം ചെയ്യാൻ എനിക്കിനി പറ്റും? അതെല്ലാം എൻ്റെ മനസ്സിനെ ആഞ്ഞുകൊത്തുന്നു. ധർമ്മിഷ്ഠനായ താങ്കളോടും. ചുറ്റും നിന്ന് കണ്ണീർ വാർത്തുകൊണ്ട് വാനരമുഖ്യന്മാർ ഇതെല്ലാം കേട്ടു. അവരും ശോകം പൂണ്ടു. അപ്പോഴേക്കും സൈന്യത്തെ ഒതുക്കി നിർത്തി ഗദയുമായി രാമനുള്ള സ്ഥലം നോക്കി വിഭീഷണൻ അങ്ങോട്ട് നടന്നെടുത്തു. നീലാഞ്ജനക്കല്ലിനൊത്ത ആ രാക്ഷസപ്രവരനെ കണ്ട് കപികുലം, അയ്യോ, ഇത് ഇന്ദ്രജിത്ത് വീണ്ടും വരികയാണോ എന്ന്. ഇന്ദ്രജിത്തുമായിട്ട് സാമ്യമുണ്ട് കണ്ടാൽ. ഒന്ന് രാവണന്റെ മൂത്ത മകൻ, ഒന്ന് ഇളയനിയൻ അല്ലേ. ആ നീലാഞ്ജനക്കല്ലിനൊത്ത രാക്ഷസപ്രവരനെ കണ്ട് ഇന്ദ്രജിത്ത് എന്ന് തെറ്റിദ്ധരിച്ച് കപികുലം ഓടാൻ തുടങ്ങി. പരിചയമില്ലാത്തവരെ അവര് ഓടി അവിടുന്ന്, അയ്യോ ഇനി ഇന്ദ്രജിത്ത് വീണ്ടും വരുന്നു എന്ന് പറഞ്ഞ അവരെല്ലാം അവിടുന്ന് മാറാൻ ഓടിത്തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാനരാ ദുദ്രുവ സർവേ മന്യമാനാസ്തു രാവണി. ഇത് രാവണി തന്നെയാണ്, ഇന്ദ്രജിത്ത് തന്നെയാണെന്ന് വിചാരിച്ച് വാനരന്മാർ അവിടുന്ന് ഓടിത്തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ അവസാനിക്കുന്നത്. ശ്രീരാമായ നമോ നമഃ. ഹത്വാ യുദ്ധേ ദശാസ്യം ത്രിഭുവന വിഷമം വാമഹസ്തേന ചാപം ഭൂമാവഷ്ടഭ്യതിഷ്ഠൻ ഇതരകരധൃതം ഭ്രാമയൻ ബാണം ഏകം ആരക്തോ പാന്തനേത്ര ശാരദളിത വപുക്കോടി സൂര്യപ്രകാശ ശ്രീബന്ധുരാംഗ ത്രദേശപതിനുത പാതുമാം വീരരാമ.